ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ശ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോമ്പ് തുറ സ്പെഷ്യൽ സ്നാക്കാണ്. അതായത് ചിക്കൻ വെച്ചിട്ട് ഒരു ബ്രെഡ് പോക്കറ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചിക്കൻ ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് നോക്കൂ, അതിനായിട്ട് അല്പം ചിക്കൻ, അതായത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് ബോൺലെസ് ആണ്. ആ ബോൺലെസ് ചിക്കനിൽ കുറച്ച് ഉപ്പും അതേപോലെ അല്പം കുരുമുളകും ചേർത്തതാണ്. അത് ഞാൻ ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലാണ് വയ്ക്കുന്നത് കേട്ടോ. 2 തട്ടിലായിട്ട് വയ്ക്കുകയാണ്. ഈ തട്ടിലാണ് ഞാൻ കുറച്ച് ചീസ് പരട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പോൾ വളരെയധികം വൈറലായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇനി അതേപോലെ നമ്മൾ ഉണക്കമുളക് ഒരു 4-5 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കൂടെ 3-4 വെളുത്തുള്ളി അല്ലി വെച്ചിട്ടുണ്ട്. ഈ 2 എഗ്ഗാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കുന്നത്. ഓക്കെ, നമുക്കിതെല്ലാം കൂടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ഇഡ്ഡലി തട്ട് തുറക്കുകയാണ്. ഇഡ്ഡലി ചെമ്പ് തുറന്നപ്പോൾ നേരത്തെ നമ്മൾ വെച്ച സാധനങ്ങളാണ് ഞാൻ നേരിട്ട് മിക്സിയിലേക്ക് ഇടുകയാണ്. ഇത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതെല്ലാതും കൂടിയിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അതേപോലെ തന്നെ ചിക്കൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതൊന്ന് നമുക്ക് ചെറുതായിട്ട് അതൊന്ന് വിടർത്തിയിടാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കോഴിമുട്ടയും അതേപോലെ ആ വറ്റൽമുളകും വെളുത്തുള്ളിയും ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. പിന്നെ ഒരു 2-3 കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ ചീസ്, അല്പം ചീസ് ഇടാം നമുക്ക്. ചീസിൻ്റെ ഒരു സ്ലൈസുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ നമ്മൾ ചതച്ചെടുത്തതാണ്. ഇനി നമ്മൾ അതിലേക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പോക്കറ്റിനുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ അല്പം സവാള എന്ന് പറഞ്ഞൊരു 3/4 സവാള എടുത്തിട്ടുള്ളൂ. സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് പച്ചയായിട്ട് ഉപയോഗിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ കുരു ഒന്നുമില്ലാത്ത തക്കാളിയുടെ ഒരു ചെറിയൊരു കഷ്ണം. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കഷ്ണം ക്യാപ്സിക്കാണ്. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. അല്ലാതെ മൊഴിച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് വാട്ടിയെടുക്കാം. പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടറാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിൽ നമ്മൾ ഒരു ബ്രെഡിൻ്റെ പീസ് വെക്കുകയാണ്. അതിൻ്റെ ഫില്ലിങ് നേരത്തെ ഇതാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ള ആ ക്രീം. അതിലേക്ക് ഒരല്പം ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു. ഇനി അതേപോലെ അല്പം കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതാണ് കേട്ടോ. ആ ചിക്കൻ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, സാധാരണഗതിയിൽ നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിക്കണം എന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ പച്ചച്ചായ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ച് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മറച്ച് ഇടുകയാണ്. നമ്മളിതൊന്ന് ഓഫാക്കി വെച്ചിട്ട് ഇതിൽ ഈ ഫില്ലിങ് വെക്കുകയാണ്. ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ചീസിൻ്റെ സ്ലൈസ് വെക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഇത് വെച്ചുകൊണ്ട് ആ ഒരു സ്ലൈസും കൂടി വെക്കുന്നു. ചീസ് സ്ലൈസ് വെച്ചു.
ഇനി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിടാം. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മുറിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നോമ്പ് തുറയ്ക്കുള്ള സമയത്ത് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം, നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ. വളരെ നല്ലതാണ്. എന്തായാലും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കൂ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് വിശപ്പിന് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുണ്ടാവും. ഇതുണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു.